തെയ്യത്തിനൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നന്നോ? നമുക്ക് ആകെ ഒരു തെയ്യമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവേ. തെയ്യം ആദ്യം 2 മെച്ചന ഉണ്ടാക്കിയത്. തെയ്യം ആദ്യം ഉണ്ടാക്കിയ ആണിന പേര് ആദം. തെയ്യം ആദ്യം ഉണ്ടാക്കിയ പെണ്ണിന പേര് ഔവ. ആവയും ആദമും നല്ല മെച്ചന്മാര്. തെയ്യത്തേക്ക് അച്ചോട് നല്ല ഇഷ്ടമാണ്. അച്ചക്ക് തെയ്യത്തോട് നല്ല ഇഷ്ടമാണ്. അച്ചക്ക് നല്ല കെറുവായി ജീവിച്ച്. അച്ഛ നല്ലോണം ജീവിക്കുന്നത് കണ്ട് ചാതിക്ക് ചൊടി പിടിച്ച്. ചാതി തെയ്യത്താ ചൊടി പിടിച്ച്. ചാതി പറഞ്ഞത് അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും എന്ന് തെയ്യോ അച്ചോട് പറഞ്ഞ്. ഒരു ദിവസം ചാതി അച്ചോട് പൊള്ളു പറഞ്ഞ്. ചാതി പറയുന്നത് അച്ഛ കേട്ട്. തെയ്യം പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് തെയ്യത്തേക്ക് അച്ചോട് വെറുപ്പുണ്ടായി. അതുകൊണ്ട് അച്ചക്ക് നല്ല കഷ്ടപ്പാടുണ്ടായി. തെയ്യം പറഞ്ഞത് കേൾക്കാണ്ട് പിന്നെ അച്ചക്ക് സങ്കടമുണ്ടായി. അച്ചക്ക് തെയ്യത്താ പേടിയായി. തെയ്യം പറഞ്ഞത് കേൾക്കാണ്ട് അച്ഛ പാവം ചെയ്ത്. നമ്മ പാവം ചെയ്യുന്നത് തെയ്യത്തേക്ക് പറ്റില്ല. പാവം ചെയ്യുന്നവരൊക്കെ തെയ്യം ശിക്ഷിക്കൂ. പാവം ചെയ്യുന്നവരൊക്കെ ചത്ത നരകത്തിലേക്ക് പോകൂ. നരകം ചാതിന സ്ഥലം. നരകത്തിൽ എപ്പോഴും കത്തുന്ന തീയ്. പാവം ചെയ്യുന്ന നമ്മൊക്കെ ചത്ത നരകത്തിലേക്ക് പോകൂ. നരകത്തിലുള്ള തീയില് നമ്മ എപ്പോഴും കഷ്ടപ്പെടൂ. ആടുന്ന് ഒരിക്കലും നമുക്ക് ഇങ്ങ് പുറത്ത് വരുവാൻ സാധിക്കില്ല. നമ്മ നരകത്തിലേക്ക് പോണത് തെയ്യത്തേക്ക് ആകാ. നമ്മ കുറുമ്പ് ചെയ്ത് ജീവിച്ച തെയ്യത്തെ അടുത്തേക്ക് പോകുവാനും സാധിക്കില്ല. എല്ലാ മെച്ചന്മാരും ആവയിൽ നിന്നും മാദത്തിൽ നിന്നും ഉണ്ടായവാണ്. അതുകൊണ്ട് നമ്മൊക്കെ കുറുമ്പ് ചെയ്ത് ജീവിക്കണം. നമ്മളെ പാവം എടുത്ത് ചാടുവാൻ സാധിക്കില്ല. നമ്മളെ നന്നാക്കുവാൻ തെയ്യം ഭൂമിയിലേക്ക് വന്ന്. ഈ തെയ്യത്തിന് പേരാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു കുറേ കാലം ഭൂമിയിൽ ജീവിച്ചു. ഒരു പാവവും ചെയ്തില്ല. അവസാനം നമ്മ ചെയ്ത തെറ്റുക്ക് വേണ്ടി യേശു ക്രിസ്തു ചത്ത യേശുന കുളിച്ചിട്ട് യേശു 3 തേദം കഴിഞ്ഞ് പിന്നെയും ചീമമണിച്ച്. യേശു തെയ്യമായതുകൊണ്ട് പിന്നെയും ചീമമണിച്ചത്. യേശു ഇന്ന് ജീവിക്കുന്നു. യേശു മാത്രമാണ് ചീമമുള്ള തെയ്യം. നമ്മളെ പാവമൊക്കെ തീർക്കുവാൻ യേശുക്ക് മാത്രമേ സാധിക്കൂ. യേശു മാത്രമാണ് നമ്മളെ പാവത്തേക്ക് വേണ്ടി ചത്തത്. നമ്മളെ പാവം പൊറുക്കുവാൻ യേശുവിനോട് പറയാം. യേശു നമ്മളെ പാവമൊക്കെ പുറത്തു തരൂ. യേശുവിനെ നമ്മൊക്കെ വിശ്വസിക്കുക. യേശുവിന് മാത്രമേ നമ്മളെ സഹായിക്കുവാൻ സാധിക്കൂ. നമ്മളെ വടക്കായ കാര്യമൊക്കെ വിട്ട് യേശുവിനെ പ്രാർത്ഥിക്കുക. യേശു നമ്മളെ സഹായിക്കൂ. ഞാൻ നിങ്ങളുടെ നല്ലൊരു കഥ പറയാം. നിങ്ങൾക്ക് അത് നല്ലോണം കേൾക്കണം. ഒരു ഗ്രാമത്തില് നല്ലൊരു പണക്കാരൻ ഉണ്ടായിരുന്നു. അവൻ നല്ല നല്ല മുണ്ടും കുപ്പായമേ എടുക്കൂ. അവൻ നല്ല നല്ല സാധനമേ തിന്നുവൂ. അവിടെ തന്നെ ഒരു പാവപ്പെട്ട മെനിയൻ ഉണ്ടായിരുന്നു. അവനെ പേര് ലാസർ. അവനെ മേല് നിറച്ചും ചൊറിയും പുണ്ണും. ലാസർ അപ്പോഴും വന്നി മുതലാളിനെ തണമ കടക്കും. മുതലാളിന്റെ വീടിന് ചാടിന എച്ചിലൊക്കാണ് അവൻ തിന്നത്. ഒരു ദിവസം വെളി വരുമ്പോഴേക്ക് ലാസർ ചത്തോണ്ടുണ്ടായിരുന്നു. ആ ലാസർ ചത്ത് സ്വർഗത്തിലേക്ക് വയ്യ. ഈ സ്വർഗം എന്തിനു നിങ്ങൾക്ക് അറിയാമോ? ഈ സ്വർഗം എന്ന് പറയുന്നത് തെയ്യമുള്ള സ്ഥലങ്ങാണ്. ഈ സ്വർഗം എന്ന് പറയുന്നതില്ലേ നല്ല സുഖമുള്ള സ്ഥലങ്ങാണ്. ഒരു ദിവസം ഈ പണക്കാരനും ചത്ത്. ഈ പണക്കാരൻ ചത്തിട്ട് നരകത്തിലേക്ക് വയ്യും. ഈ നരകമുള്ള സ്ഥലം അറിയാമോ? ഈ നരകം കൊണ്ടല്ലേ ആ ചാതികളുടെ സ്ഥലങ്ങാനാണ്. ആടെ ഭയങ്കര കട്ടപ്പാടാണ്. ആടെ എപ്പോഴും ഒരിക്കലും കെടാത്ത തീയാണ്. ഈ പണക്കാരൻ കൊണ്ടല്ലേ നരകത്തിൽ കടന്നും കാഞ്ഞ് സ്വർഗത്തിലുള്ള ലാസറെ കണ്ട്. ഈ പണക്കാരൻ തെയ്യത്തോട് കരഞ്ഞു പറഞ്ഞു, തമ്പായി നീ എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കുവാൻ ലാസറങ്ങ് പറഞ്ഞു വിടണം. ഞാനിവിടെ തീയിൽ കടന്ന് ബന്ധു ചാകുന്നു. ഇയാൾക്ക് കുടിക്കാൻ കുറച്ച് തണ്ണി ലാസറിനെത്തി കൊടുത്തു വിടണം. അപ്പൊ തെയ്യം പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് ആർക്കും വരുവാൻ ചായ്ക്കില്ല. അങ്ങനെ തന്നെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കും ആർക്കും വരുവാൻ ചായ്ക്കില്ല. അപ്പൊ ഈ പണക്കാരൻ തെയ്യത്തോട് പറഞ്ഞ് ലാസർ എന്നെ കുടിക്കുമെന്ന് പറഞ്ഞു വിടുന്നു.
യാക്ക് 5 അണ്ണന്മാർ ചീമത്തൂടെ ഉണ്ട്. ഈ നരകത്തിലെ പാടും കട്ടമും അണ്ണന്മാരുടെ ഒന്ന് പറവെങ്കിൽ ലാസറിനെ പറഞ്ഞു വിടണം. എന്നെ പാടും കട്ടം അറിഞ്ഞാല് അയച്ചവൻ ഈ നരകത്തിലേക്ക് വരില്ല. അപ്പൊ ഈ തെയ്യം പണക്കാരനോട് ഒന്ന് പറഞ്ഞാൽ അറിയണോ, നിന്റെ അണ്ണന്മാരുണ്ടല്ലേ, അയച്ച യേശുവിൽ വിശ്വസിച്ചാള് നരകത്തിലേക്കൊന്നും വരണ്ട. നിങ്ങൾക്കാർക്കും നരകത്തിൽ പോകാൻ കൊതിയുണ്ടോ? നമുക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാളുണ്ടല്ലേ, പിന്നെ നമുക്ക് ആർക്കും നരകത്തിലേക്കേ പോകണ്ട. യേശു ക്രിസ്തു നമ്മളൊക്കെ പാവത്തേക്ക് വേണ്ടിയാണ് ചത്തത്. യേശു ക്രിസ്തു ചത്തന 3-ാം പക്കം പിന്നെയും ചീമം കാണിച്ചു. യേശു ഇന്നും ചീമത്തോടുള്ള തെയ്യം കാണും. ഈ ലാസറുണ്ടല്ലേ, അവൻ സ്വർഗത്തിലേക്ക് പോയത് എന്തിനു നിങ്ങൾക്ക് അറിയാമോ? ലാസറുണ്ടല്ലേ, അവൻ പാവപ്പെട്ടങ്ങായിട്ടല്ല സ്വർഗത്തിലേക്ക് പോയത്. അവൻ ചീമത്തോടുള്ളപ്പോ തന്നെ യേശുവിൽ വിശ്വസിച്ചോണ്ട് നിന്ന. ഈ പണക്കാരൻ നരകത്തിൽ പോയത് എന്തുകൊണ്ടെന്ന് അറിയാമോ? അവൻ പണക്കാരൻ ആയിത്തൊന്നല്ല നരകത്തിലേക്ക് പോയത്. അവൻ ചീമത്തിലുള്ളപ്പോ യേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കാർക്കും സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിണ്ടല്ലേ ലാസറിനെ പോലെ യേശുവിൽ വിശ്വസിക്കണം. യേശു അല്ലാണ്ട് വേറെ ഒരു തെയ്യമില്ല. നമ്മൊക്കെ പാവം ചെയ്തേച്ചാണ്. നിങ്ങൾക്ക് പാവം ചെയ്യലില്ലേ? പൊള്ളു പറയുന്നത്, ചാരാൻ കുടിക്കുന്നത്, കക്കുന്നത്, തെല്ലുകൂടുന്നത്, കൊല്ലുന്നത്, ഇതൊക്കെ തന്നെ പാവം ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇങ്ങനൊന്നും ചെയ്യാണ്ട് നല്ലേച്ചായി ജീവിക്കണം. നിങ്ങൾ ചെയ്ത പാവമൊക്കെ യേശുവിനോട് പറഞ്ഞ ഇതൊക്കെ യേശു ക്ഷമിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ യേശുവിൽ വിശ്വസിക്കൂ, എന്നാൽ നിങ്ങൾക്കും പോകാൻ സ്വർഗത്തിലേക്ക്. യേശു അല്ലാണ്ട് വേറെ ഒരു തെയ്യമും ഇല്ല. തെയ്യത്തിനൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നന്നോ? നമുക്ക് ആകെ ഒരു തെയ്യമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവേ. തെയ്യം ആദ്യം 2 മെച്ചന ഉണ്ടാക്കിയത്. തെയ്യം ആദ്യം ഉണ്ടാക്കിയ ആണിന പേര് ആദം. തെയ്യം ആദ്യം ഉണ്ടാക്കിയ പെണ്ണിന പേര് ഔവ. ആവയും ആദമും നല്ല മെച്ചന്മാര്. തെയ്യത്തേക്ക് അച്ചോട് നല്ല ഇഷ്ടമാണ്. അച്ചക്ക് തെയ്യത്തോട് നല്ല ഇഷ്ടമാണ്. അച്ചക്ക് നല്ല കെറുവായി ജീവിച്ച്. അച്ഛ നല്ലോണം ജീവിക്കുന്നത് കണ്ട് ചാതിക്ക് ചൊടി പിടിച്ച്. ചാതി തെയ്യത്താ ചൊടി പിടിച്ച്. ചാതി പറഞ്ഞത് അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും എന്ന് തെയ്യോ അച്ചോട് പറഞ്ഞ്. ഒരു ദിവസം ചാതി അച്ചോട് പൊള്ളു പറഞ്ഞ്. ചാതി പറയുന്നത് അച്ഛ കേട്ട്. തെയ്യം പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് തെയ്യത്തേക്ക് അച്ചോട് വെറുപ്പുണ്ടായി. അതുകൊണ്ട് അച്ചക്ക് നല്ല കഷ്ടപ്പാടുണ്ടായി. തെയ്യം പറഞ്ഞത് കേൾക്കാണ്ട് പിന്നെ അച്ചക്ക് സങ്കടമുണ്ടായി. അച്ചക്ക് തെയ്യത്താ പേടിയായി. തെയ്യം പറഞ്ഞത് കേൾക്കാണ്ട് അച്ഛ പാവം ചെയ്ത്. നമ്മ പാവം ചെയ്യുന്നത് തെയ്യത്തേക്ക് പറ്റില്ല. പാവം ചെയ്യുന്നവരൊക്കെ തെയ്യം ശിക്ഷിക്കൂ. പാവം ചെയ്യുന്നവരൊക്കെ ചത്ത നരകത്തിലേക്ക് പോകൂ. നരകം ചാതിന സ്ഥലം. നരകത്തിൽ എപ്പോഴും കത്തുന്ന തീയ്. പാവം ചെയ്യുന്ന നമ്മൊക്കെ ചത്ത നരകത്തിലേക്ക് പോകൂ. നരകത്തിലുള്ള തീയില് നമ്മ എപ്പോഴും കഷ്ടപ്പെടൂ. ആടുന്ന് ഒരിക്കലും നമുക്ക് ഇങ്ങ് പുറത്തു വരുവാൻ സാധിക്കില്ല. നമ്മ നരകത്തിലേക്ക് പോണത് തെയ്യത്തേക്ക് ആകാ. നമ്മ കുറുമ്പ് ചെയ്ത് ജീവിച്ച തെയ്യത്ത അടുത്തേക്ക് പോകുവാനും സാധിക്കില്ല. എല്ലാ മെച്ചന്മാരും ആവയിൽ നിന്നും മാതത്തിൽ നിന്നും ഉണ്ടായവാണ്. അതുകൊണ്ട് നമ്മൊക്കെ കുറുമ്പ് ചെയ്ത് ജീവിക്കണം. നമ്മളെ പാവം എടുത്ത് ചാടുവാൻ സാധിക്കില്ല. നമ്മളെ നന്നാക്കുവാൻ തെയ്യം ഭൂമിയിലേക്ക് വന്ന്. ഈ തെയ്യത്തിന് പേരാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു കുറേ കാലം ഭൂമിയിൽ ജീവിച്ചു. ഒരു പാവവും ചെയ്തില്ല. അവസാനം നമ്മ ചെയ്ത തെറ്റുക്ക് വേണ്ടി യേശു ക്രിസ്തു ചത്ത്. ചത്ത യേശുന കുളിച്ചിട്ട് യേശു 3 തേദം കഴിഞ്ഞ് പിന്നെയും ചീമമണിച്ച്. യേശു തെയ്യമായതുകൊണ്ട് പിന്നെയും ചീമമണിച്ചത്. യേശു ഇന്ന് ജീവിക്കുന്നു. യേശു മാത്രമാണ് ചീമമുള്ള തെയ്യം. നമ്മളെ പാവമൊക്കെ തീർക്കുവാൻ യേശുക്ക് മാത്രമേ സാധിക്കൂ. യേശു മാത്രമാണ് നമ്മളെ പാവത്തേക്ക് വേണ്ടി ചത്തത്. നമ്മളെ പാവം പൊറുക്കുവാൻ യേശുവിനോട് പറയാം. യേശു നമ്മളെ പാവമൊക്കെ പുറത്തു തരൂ. യേശുവിനെ നമ്മൊക്കെ വിശ്വസിക്കുക. യേശുവിന് മാത്രമേ നമ്മളെ സഹായിക്കുവാൻ സാധിക്കൂ.
നമ്മളെ വടക്കായ കാര്യമൊക്കെ വിട്ട് യേശുവിനെ പ്രാർത്ഥിക്കുക. യേശു നമ്മളെ സഹായിക്കും. ഞാൻ നിങ്ങളുടെ നല്ലൊരു കഥ പറയാം. നിങ്ങൾക്ക് നല്ലോണം കേൾക്കണം. ഒരു ഗ്രാമത്തില് നല്ലൊരു പണക്കാരൻ ഉണ്ടായിരുന്നു. അവൻ നല്ല നല്ല മുണ്ടും കുപ്പായ്മേ എടുക്കുവോ, അവൻ നല്ല നല്ല സാധനമേ തിന്നുവോ. അവിടെ തന്നെ ഒരു പാവപ്പെട്ട മെനിയൻ ഉണ്ടായിരുന്നു. അവനെ പേര് ലാസർ. അവനെ മേല് നിറച്ചും ചൊറിയും പുണ്ണും. ലാസർ അപ്പോഴും വന്നി മുതലാളിനെ തണമ കടക്കും. മുതലാളിനെ വീടിന് ചാടിന എച്ചിലൊക്കാണ് അവൻ തിന്നത്. ഒരു ദിവസം വെളി വരുമ്പേക്ക് ലാസർ ചത്തോണ്ടുണ്ടായിരുന്നു. ആ ലാസർ ചത്ത് സ്വർഗത്തിലേക്ക് വെയ്യും. ഈ സ്വർഗം എന്തിനു നിങ്ങൾക്ക് അറിയാമോ? ഈ സ്വർഗം എന്ന് പറയുന്നത് തെയ്യമുള്ള സ്ഥലങ്ങാണ്. ഈ സ്വർഗം എന്ന് പറയുന്നതില്ലേ നല്ല സുഖമുള്ള സ്ഥലങ്ങാണ്. ഒരു ദിവസം ഈ പണക്കാരനും ചത്ത്. ഈ പണക്കാരൻ ചത്തിട്ട് നരകത്തിലേക്ക് വെയ്യും. ഈ നരകമുള്ള സ്ഥലം അറിയാമോ? ഈ നരകം കൊണ്ടല്ലേ ആ ചാതികളുടെ സ്ഥലങ്ങാനാണ്. ആടെ ഭയങ്കര കട്ടപ്പാടാണ്. ആടെ എപ്പോഴും ഒരിക്കലും കടാത്ത തീയാണ്. ഈ പണക്കാരൻ കൊണ്ടല്ലേ നരകത്തിൽ കടന്നും കാഞ്ഞ് സ്വർഗത്തിലുള്ള ലാസറെ കണ്ട്. ഈ പണക്കാരൻ തെയ്യത്തോട് കരഞ്ഞു പറഞ്ഞു, തമ്പായി നീ എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കുക ലാസറങ്ങ് പറഞ്ഞു വിടണം. ഞാനിവിടെ തീയിൽ കടന്ന് ബന്ധു ചാകുന്നു. ഇയാൾക്ക് കുടിക്കാൻ കുറച്ച് തണ്ണി ലാസറിനെത്തി കൊടുത്തു വിടണം. അപ്പൊ തെയ്യം പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് ആർക്കും വരുവാൻ ചായ്ക്കില്ല. അങ്ങനെ തന്നെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കും ആർക്കും വരുവാൻ ചായ്ക്കില്ല. അപ്പൊ ഈ പണക്കാരൻ തെയ്യത്തോട് പറഞ്ഞ് ലാസർ എന്നെ കുടിക്കുമെന്ന് പറഞ്ഞു വിടുന്നു. ഇയാൾക്ക് 5 അണ്ണന്മാർ ചീമത്തൂടെ ഉണ്ട്. ഈ നരകത്തിലെ പാടും കട്ടമും അണ്ണന്മാരുടെ ഒന്ന് പറവൻ ലാസറിനെ പറഞ്ഞു വിടണം. എന്നെ പാടും കട്ടം അറിഞ്ഞാല് അയച്ചവൻ ഈ നരകത്തിലേക്ക് വരില്ല. അപ്പൊ ഈ തെയ്യം പണക്കാരനോട് ഒന്ന് പറഞ്ഞാൽ അറിയണോ, നിന്റെ അണ്ണന്മാരുണ്ടല്ലേ അയച്ച യേശുവിൽ വിശ്വസിച്ചാല് നരകത്തിലേക്കൊന്നും വരണ്ട. നിങ്ങൾക്കാർക്കും നരകത്തിൽ പോകാൻ കൊതിയുണ്ടോ? നമുക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാലുണ്ടല്ലേ പിന്നെ നമുക്ക് ആർക്കും നരകത്തിലേക്കേ പോകണ്ട. യേശു ക്രിസ്തു നമ്മളൊക്കെ പാവത്തേക്ക് വേണ്ടിയാണ് ചത്തത്. യേശു ക്രിസ്തു ചത്തന 3-ാം പക്കം പിന്നെയും ചീമം കാണിച്ചു. യേശു ഇന്നും ചീമത്തോടുള്ള തെയ്യങ്ങാണ്. ഈ ലാസറുണ്ടല്ലേ അവൻ സ്വർഗത്തിലേക്ക് പോയത് എന്തിനു നിങ്ങൾക്ക് അറിയാമോ? ലാസറുണ്ടല്ലേ അവൻ പാവപ്പെട്ടങ്ങായിട്ടല്ല സ്വർഗത്തിലേക്ക് വെയ്യത്. അവൻ ചീമത്തോടുള്ളപ്പോ തന്നെ യേശുവിൽ വിശ്വസിച്ചോണ്ട് നിന്ന. ഈ പണക്കാരൻ നരകത്തിൽ പോയത് എന്തുകൊണ്ടെന്ന് അറിയാമോ? അവൻ പണക്കാരനായിട്ടൊന്നല്ല നരകത്തിലേക്ക് വെയ്യത്. അവൻ ചീമത്തിലുള്ളപ്പോ യേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കാർക്കും സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിണ്ടല്ലേ ലാസറിനെ പോലെ യേശുവിൽ വിശ്വസിക്കണം. യേശു അല്ലാണ്ട് വേറെ ഒരു തെയ്യമില്ല. നമ്മൊക്കെ പാവം ചെയ്തേച്ചാണ്. നിങ്ങൾക്ക് പാവം ചെയ്യലില്ലേ? പൊള്ളു പറയുന്നത്, ചാരാൻ കുടിക്കുന്നത്, കക്കുന്നത്, തെല്ലുകൂടുന്നത്, കൊല്ലുന്നത്, ഇതൊക്കെ തന്നെ പാവം ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇങ്ങനൊന്നും ചെയ്യാണ്ട് നല്ലേച്ചായി ജീവിക്കണം. നിങ്ങൾ ചെയ്ത പാവമൊക്കെ യേശുവിനോട് പറഞ്ഞ ഇതൊക്കെ യേശു ക്ഷമിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ യേശുവിൽ വിശ്വസിക്കും. എന്നാൽ നിങ്ങൾക്കും പോകാൻ സ്വർഗത്തിലേക്ക്. യേശു അല്ലാണ്ട് വേറെ ഒരു തെയ്യമില്ല.